എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അതുപോലെ ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ സോയാബീൻ കറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാം സോയാണ് എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ തന്നെ കഴുകി നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് സ്ക്വീസ് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ വെള്ളം മുഴുവനായിട്ടും കളഞ്ഞ് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സോയ ആണെങ്കിൽ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്യാതെ തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതല്ല, നിങ്ങൾക്ക് ചെറിയ സോയ ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ചുവന്ന ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുവന്ന ഉള്ളി ഇല്ലെങ്കിൽ നമ്മൾ സവാള എടുത്താലും മതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മളൊരു 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ ഒരു 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഗ്രാമ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഒരു ചെറിയ കഷ്ണം തന്നെ ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് സവാള, അതിപ്പോൾ ഞാനൊരു 2 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സവാള തന്നെ മുഴുവനായിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഒരു 4 സവാള എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 2 സവാളയും ബാക്കിയുള്ളത് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി തേങ്ങ വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്കത് ഓപ്ഷണലാണ്. അത് തേങ്ങയില്ലാതെ നമുക്ക് ഈ കറി ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയും മല്ലിയിലയും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇത് അരച്ചെടുക്കാനുള്ള മിക്സാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള കറുവപ്പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർക്കണം. കറിവേപ്പിലയും മല്ലിയിലയും പകുതി മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് സോയാബീനിലെ കൂടെ തന്നെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്ന ഉള്ളി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ പകുതി സവാള മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിയും ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളിയും കൂടെ ചേർക്കണം. തക്കാളി ചേർക്കുമ്പോൾ നമ്മൾ പകുതി തക്കാളി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് സോയാബീൻ്റെ കൂടെ തന്നെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പകുതി തക്കാളി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ വന്നവരുണ്ടെങ്കിൽ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ തക്കാളിയും അതുപോലെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിച്ചു പോവാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ തേങ്ങ ചേർക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇത്രയും മതി, നമുക്കിത് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ തേങ്ങ ചേർത്തിട്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 സെക്കൻഡോളം ഇളക്കിയെടുക്കുമ്പോഴേക്കും ഇത് ആയിട്ടുണ്ടാകും. ഇതിനി നമുക്ക് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ സോയാബീൻ ഇന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത്തിരി ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും
അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള സോയാബീനും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് സോയാബീൻ നമുക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം വെള്ളം അധികം നമുക്കിപ്പോൾ ചേർക്കണ്ട. അരച്ചെടുത്ത മിക്സ് നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടതായതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാനുള്ള മിക്സ് തണുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോയാബീൻ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും സോയാബീനും കൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഇതൊക്കെ റെഡി ആയതിന് ശേഷം അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറേ അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ആയിരിക്കില്ല. നമ്മൾ ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക്